ട്രംപിന് മുന്നിൽ സംസാരിക്കാൻ ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ചു മോദി. നേർക്കുനേർ സംസാരിക്കുമ്പോൾ മോദിക്ക് മറ്റാരോ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. അതനുസരിച്ച് മാത്രമാണ് മോദി ആ ചുണ്ടുകളും നാവും ഒന്ന് ചലിപ്പിച്ചത്. ടെലിടോക്കി എടുത്ത് മാറ്റുന്ന ചിത്രത്തിൽ നിന്നും അത് വ്യക്തമാണ്. ഇവിടെ ഒരേ ഒരു വാക്ക് മോദിക്ക് പറയാമായിരുന്നു. ട്രംപിന്റെ വായിൽ നിന്ന് വരുന്ന മുഴുവൻ ആക്ഷേപങ്ങളും കളിയാക്കലുകളും ഒക്കെ കേട്ട് പറഞ്ഞതൊക്കെ അതേപടി തലയാട്ടി അനുസരിച്ച് തലകുലുക്കി പോരാൻ മാത്രമാണ് ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പറ്റിയത്. അതിനുവേണ്ടിയാണോ മോദി ഇത്ര തിടുക്കപ്പെട്ട് അമേരിക്കയിലേക്ക് പോയത് എന്നത് ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ ജയശങ്കറിനെ വിട്ട് നേടിയെടുത്ത അപ്പോയിന്റ്മെന്റിൽ മോദി അമേരിക്കയിലെത്തിയപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങൊക്കെ ഇട്ട് ഇത്ര നീചമായ രീതിയിൽ അവിടെ നിന്നും കയറ്റി വിടുന്നതിനെതിരെ ഒരിക്കൽ പോലും മോദി തന്റെ നാവൊന്ന് ചലിപ്പിച്ചിട്ടില്ല. ലോകരാജ്യങ്ങളോട് മുഴുവൻ യുദ്ധം പ്രഖ്യാപിച്ച് വംശീയ വെറിയനായ ഒരു ലോക നേതാവാണ് ട്രംപ്. ആ ട്രംപിനെതിരെ ദക്ഷിണാഫ്രിക്ക പോലുള്ള ഒരു രാജ്യം കടുത്ത വിമർശനം അഴിച്ചുവിടുമ്പോൾ ചേരാ ആ രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന രാജ്യമായ ഇന്ത്യ മാത്രം അടിയറവ് പറഞ്ഞു പോരുകയാണ്. മോദി പോയതോടെ അനധികൃത കുടിയേറ്റക്കാരെ വീണ്ടും ചെങ്ങലക്കെട്ട് തിരിച്ചയച്ച കാഴ്ചയാണ് ഇന്ന് കൂടി നമ്മൾ കണ്ടത്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ തീരുവയോ കുത്തനെ കൂട്ടി. ഉയർന്ന ചെലവിൽ അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള കരാറിൽ ഒപ്പിട്ടു. ഇതൊക്കെയാണ് നടന്നത്. ഈ രാജ്യത്തിന് മെച്ചപ്പെടുന്ന തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. മോദി ലോക നേതാക്കളൊക്കെ ട്രംപിനെ പോയി കാണുന്നതിന് മുൻപ് നേരത്തെ പോയി കാണാൻ തിടുക്കം കൂട്ടിയത് സ്വന്തം ഇമേജ് രക്ഷിക്കാനാണ്, അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അല്ലെങ്കിൽ ബ്രസീലും മെക്സിക്കോയും ഒക്കെ എന്തിന് ഞങ്ങളുടെ ജനതയെ ഇങ്ങനെ ചെങ്ങലക്കിട്ടു എന്നതിന് വിശദീകരണം നൽകണമെന്ന് അമേരിക്കയോട് ചോദിക്കുമ്പോൾ ഇന്ത്യ പറയുന്നു അതൊക്കെ അവരുടെ നിയമങ്ങളാണ്, അതൊന്നും ചോദിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ആശങ്ക അറിയിക്കാം. അപ്പോൾ ആർക്കാണ് നേട്ടം, നമുക്കോ അമേരിക്കയ്ക്കോ? സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ കളിയാക്കലുകൾ മാത്രം വാങ്ങിക്കൂട്ടാനായിട്ടാണ് മോദി നാലാമനായി അമേരിക്കയിലേക്ക് പോയത്. പിന്നെയോ കുറെ യുദ്ധ ആയുധങ്ങളും വാങ്ങി അമേരിക്കയുടെ പോക്കറ്റ് നിറയ്ക്കുകയാണ് ഉണ്ടായത്. പക്ഷെ എന്നിട്ട് ട്രംപ് എക്കാലത്തും തന്റെ സുഹൃത്ത് എന്ന് മാത്രമാണ് മോദി പറയുന്നത്. ഇത്രയും കാലം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയിൽ ഭൂരിപക്ഷം ഏകദേശം 36% എണ്ണയും ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ നിന്നാണ്. അതിന് കാരണം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്ക് ഉപരോധം കൽപ്പിക്കുമ്പോൾ റഷ്യ വളരെ കുറഞ്ഞ ചെലവിൽ ഇന്ത്യക്ക് എണ്ണ കൈമാറുന്നു എന്നതാണ്. ആ എണ്ണ നമ്മൾ ശുചീകരിച്ചാണ് വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. ഇതിനിട്ടുള്ള ഒരു വെട്ടുകൂടിയാണ് ഇപ്പോൾ ട്രംപ് മോദിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്.